ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഡ്രാഗൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്നൊരു ആശങ്ക നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അധികം ആൾക്കാരുടെ ഒന്നും അഭിപ്രായത്തിന് കാത്തു നിൽക്കേണ്ടതില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുക. പ്രത്യേകിച്ച് ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ തമിഴ് കേട്ടാൽ മനസ്സിലാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി തന്നെയാണ് ഞാൻ സിനിമ കാണുന്നത്. പക്ഷേ ചില കൗണ്ടറൊക്കെ ആ ടൈമിങ് തെറ്റിയിട്ട് സബ് ടൈറ്റിൽ വരും, നമ്മളത് എക്സ്പെക്ട് ചെയ്തു പോകും. പിന്നെ ഈ മ്യൂസിക്കിൻ്റെ ടൈം, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു ചേഞ്ച് ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ടൈമിംഗ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഭാഷ കേട്ടാൽ മനസ്സിലാവുന്ന, എന്ന് വെച്ചാൽ ഒത്തിരി പരിജ്ഞാനമൊന്നും വേണ്ട, തമിഴ് കേട്ടാൽ ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ ചിരിക്കാനുണ്ട്. ചിരിച്ച് നമ്മളൊരു ലെവലാവുന്ന സമയത്ത് സിനിമ പതുക്കെ നമ്മുടെ കണ്ണ് നനയിക്കാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ നെഞ്ചിക്കൊണ്ട എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഗംഭീര കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വിഷയത്തിനോട് അവർ കാണിക്കുന്നൊരു നീതിയുണ്ട്. അതായത് ഒരു സിനിമാറ്റിക് പരിപാടി നമുക്ക് അവതരിപ്പിച്ചേ പറ്റുള്ളൂ, ബട്ട് സ്റ്റിൽ ഈ വിഷയത്തിനോട് നമ്മൾ കുറച്ച് നീതി കാണിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു ശ്രമം ഉണ്ടല്ലോ, എല്ലാം കൊണ്ടും എനിക്ക് ഹൈ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സിനിമ അനുഭവമാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. പ്രദീപ് രംഗനാഥൻ ലവ് ടുഡേയിലെ നായകൻ, പുള്ളി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അശ്വത് മാരിമുത്തു അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ. അനുപമ പരമേശ്വരൻ, കയാദു ലോഹർ, ഗൗതം വാസുദേവ് മേനോൻ, മിസ്കിൻ തുടങ്ങി ഒരുപാട് താരങ്ങളുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഹൈലി റിലേറ്റബിൾ സ്റ്റോറി ലൈൻ എന്നുള്ളതാണ്. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുറേ സർക്കസുകൾ കാണിച്ചിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ അലമ്പ് കാണിച്ചിട്ടുണ്ടാവും. കാണിക്കുന്ന സമയത്തൊക്കെ നമ്മളാണ് മുറ്റ്, നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ലോകത്ത് ആരുള്ളൂ എന്ന് പറയുന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊരു ജോലിക്കൊക്കെ കയറി പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് വീണ്ടും കാണാൻ, അതായത് വേറെ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പരിചയപ്പെടുമല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, ഞാനൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. പലപ്പോഴും പല ആളുകളോടും നിനക്ക് ഒന്ന് പാസ്റ്റിലേക്ക് പോയി തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പറയാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ ഒന്നുകൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി മാർക്ക് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ കരിയർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാണ് എന്നുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ കൂടുതൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊന്നും മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ, അതെ, ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഹ്യൂമർ ഒട്ടും ചോർന്നു പോകാതെ, എന്നാൽ അതിൻ്റെ ഇമോഷണൽ കണ്ടൻറ്റ് ഒട്ടും ചോർന്നു പോകാതെ വളരെ എഫക്റ്റീവായി സിനിമയ്ക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഹെവി പോസിറ്റീവാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഹ്യൂമറാണ്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ടേസ്റ്റ് കിട്ടും ഇതെന്താണ് പരിപാടി എന്നുള്ളത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ഭയങ്കരമായ കഥ, ഇതുവരെ ആരും പറയാത്ത കഥ എന്നൊന്നും പറയാനില്ല. പക്ഷേ ആ ജേണി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരെടുത്തിരിക്കുന്ന ഒരു ടേക്ക്, അത് ഡിഫറെൻ്റ് ആണ്. അതിനെ ഏറ്റവും രസകരമായി തന്നെ പറയുന്ന ഒരു സിനിമയാണ്. കോളേജിൽ അലമ്പ് കാണിച്ച് നടക്കുന്ന ആ സമയത്തുള്ള തമാശ രംഗങ്ങളാണെങ്കിലും, പിന്നീട് ജീവിതത്തിൽ കാണിക്കുന്ന സർക്കസുകളാണെങ്കിലും, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇമോഷണൽ സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് കൊണ്ടുപോയി നിർത്തിയിട്ട് എന്നിട്ട് അവസാനം നമ്മളെ ചിരിപ്പിക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. മൂന്നാമത്തെ കാര്യം മ്യൂസിക്കാണ്. ലിയോൺ ജെയിംസ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടേത് കൂടാതെ കുറച്ച് റെഫറൻസ് പരിപാടികൾ കൂടി അവരിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായി തന്നെ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ വളരെയധികം സിനിമയുടെ ആ ഒരു ഹ്യൂമർ മൂഡാണെങ്കിലും ഇമോഷണൽ സൈഡാണെങ്കിലും നല്ലോണം എൻഹാൻസ് ചെയ്യുന്ന പോലെ ഗംഭീര ഒരു മ്യൂസിക് വർക്ക് സിനിമയ്ക്ക് അവകാശപ്പെടാനുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോസിറ്റീവ് വിഷ്വൽസ് ആണ്. നല്ല ജിൽന്ന് നിൽക്കുകയാണ്, ഇടിച്ച് നിൽക്കുകയാണ്. ഈ പറയുന്ന ഒരു സസ്പെൻസ് ഫാക്ടർ സിനിമയിൽ ഉടനീളമുണ്ട്. കുറച്ച് കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കത്തിലും ഒരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതിനെ ആ ഒരു പഞ്ചിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക. അതിന് ഇതിൻ്റെ DOP മാത്രമല്ല, എഡിറ്റിങ്ങും നമ്മൾ പറയണം. നികേത് ബൊമിറെഡ്ഡിയുടെ ക്യാമറയാണ്, പ്രദീപ് രാഘവിൻ്റെ എഡിറ്റിംഗ് ആണ്. അഞ്ചാമത്തെ പോസിറ്റീവ് ഇമോഷൻസ്. എൻ്റെ മോനെ, ഈ സിനിമ ഒരു പോർഷനിൽ വെച്ചിട്ട് ഇതെല്ലാം ലൈഫിലെ റിയാലിറ്റീസ് ആണല്ലോ. കോളേജിൽ ഉഴപ്പി മാർക്കൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ ഒരുപാട് സപ്ലിയൊക്കെ കിട്ടി, പിന്നീട് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി കിടന്ന് സർക്കസ് കാണിച്ച് ചില ഉടായ്പകളൊക്കെ കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ കൈവിടാത്ത കുറേ ആളുകളുണ്ടാവും. പിന്നെ നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ അർഹിക്കാത്ത ആളുകളും ഉണ്ടാവും. അങ്ങനെ പൊലിഞ്ഞു പോകുന്ന ബന്ധങ്ങളുണ്ട്, നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇവർ ആ സാധനം പറയുന്നുണ്ടല്ലോ. ഈ സിനിമയുടെ ഒരു കോർ തീമുണ്ട്. അത് ട്രെയിലർ കണ്ടാൽ കുറേ ആളുകൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാനത് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ കോർ തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കുറേ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരു സ്ഥലത്ത് പോലും ഒരു സ്റ്റഡി ക്ലാസ് ആയി മാറുന്നില്ല. നമുക്കറിയാം ഇതൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്നുള്ളത്, പക്ഷേ അത് വളരെ ഇമോഷണലി പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ കൈദിയിലെ പോലീസുകാരനുണ്ടല്ലോ, ജോർജ് മരിയൻ, അങ്ങേർക്കൊരു ഹെവി കൈയടി കൊടുക്കണം. ഒരു കുഞ്ഞ് ഡയലോഗ് ഫാൻ. അത്ര നേരം സിനിമയിൽ അയ്യോ പാവം എന്ന് പറയുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ, പക്ഷേ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞുമുണ്ടല്ലോ, എനിക്ക്
അതായത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഉള്ള എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ആ CCTV ക്യാമറയിൽ പതിയുകയാണെങ്കിൽ ഞാൻ ഈ പല്ലിങ്ങനെ കടിച്ചു പിടിച്ചിട്ടിരിക്കുക. കാര്യം ഇമോഷൻ വന്നിട്ടേ ഇങ്ങനെ വീഴും, താടിയൊക്കെ വിറയ്ക്കും എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സുകൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ പോസിറ്റീവ്, ഈ സിനിമയുടെ തീമും അതവർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയുമാണ്. ഹ്യൂമർ ഒരു സ്ഥലത്തും കൈവിടുന്നില്ല എന്ന് മാത്രമല്ല, ഇമോഷണൽ ഘടകങ്ങൾ വരുമ്പോഴും അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഈ ഹ്യൂമർ സാധനങ്ങൾ വർക്കാവുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവർ ആ തീമിനോടൊരു കള്ളത്തരം കാണിച്ചിട്ടില്ല. അവിടെ പറയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നായകൻ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാ ഉടായ്പും കാണിച്ചൊരു മാപ്പും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ സിനിമയിലില്ല. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അനുപമ പരമേശ്വരനിൽ നിന്ന് തുടങ്ങാം. എനിക്ക് അനുപമ പരമേശ്വരൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ട്രെയിലറിൽ കാണുന്നതാണ്, ഇവരുടെ ഒരു ബ്രേക്കപ്പ് സീനൊക്കെ ഉണ്ട്. അവിടെ അവർ കൊണ്ടുവരുന്ന ഒരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹെവി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്യാരക്ടർ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്രയ്ക്ക് ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്ന പെൺകുട്ടികളെ. അതിൻ്റെ 10% പോലും തിരിച്ചു കൊടുക്കാത്ത കുറേ വൃത്തികെട്ടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകളോട് നമുക്ക് പറയാൻ തോന്നിയിട്ടുണ്ടാവും യു ഡിസേർവ് ബെറ്റർ എന്നുള്ളത്. ആ ക്യാരക്ടറിന് അത്രയും രസമായിട്ട് അനുഭവം ചെയ്തിട്ടുണ്ട്. കയാതു ലോഹർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഐ ക്യാൻഡി നായിക എന്നുള്ളതിനും അപ്പുറത്തേക്ക് അവരുടെ എക്സ്പ്രഷൻസിലാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഒരു ഉടവാൾ എന്നൊക്കെ പറയുന്നത്, അതായത് ഈ സിനിമയിൽ ഒരുപാട് ഹ്യൂമറും കാര്യങ്ങളും ഉണ്ട്, കുറേ ഇമോഷൻസും വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് മറ്റേ ഉടവാളെടുത്ത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ വരുന്നൊരു ക്യാരക്ടറാണ് ജോർജ് മരിയൻ്റെ ക്യാരക്ടർ. അയാളുടെ പെർഫോമൻസ് അല്ല, അയാളുടെ ഡയലോഗ് ഡെലിവറി, മാൻ അയ്യോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അത്രയും സങ്കടം ഉള്ളിൽ വന്നിട്ടേ. ഞാൻ പുള്ളിയുടെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഇന്ദുമതി മണികണ്ഠൻ, അവരും അടിപൊളിയായിട്ട് എല്ലാവരും കേട്ടോ. ഈ സിനിമയിൽ മോശമെന്ന് പറയാൻ ഒരൊറ്റ ആൾ പോലും ഇല്ല. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഗൗതം വാസുദേവൻ അടക്കം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ മെൻഷൻ പറയേണ്ടത് മിഷ്കിനാണ്. എൻ്റെ അമ്മേ, അങ്ങേരുണ്ടല്ലോ അറുമതിച്ച് തകർത്തിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു പ്രിൻസിപ്പളിനെ അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പുറമേ ഭയങ്കര ഗൗരവക്കാരനും ഒക്കെ ആയിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ്ലി അയാൾക്ക് ആരോടും കലിപ്പില്ല. നമുക്ക് ആ പഠിക്കുന്ന കാലം അത്രയും തോന്നും ഇയാൾ എന്തൊരു വൃത്തികെട്ടവനാണ്, എന്തൊരു കലിപ്പാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അടിസ്ഥാനപരമായി അയാൾക്ക് ആരോടും ഈ വിരോധമില്ല. പിന്നെ ആ വെച്ചുകൊണ്ട് നടക്കുന്ന മുഖംമൂടിക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പുള്ളി ഒരു കാര്യം ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് എലമെൻറ്റുകൾ ചേരുന്ന ഒരു ഗംഭീര ക്യാരക്ടറായിരുന്നു അത്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സ്റ്റാർ ഓഫ് ദ ഷോ പ്രദീപ് രംഗനാഥൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലവ് ടുഡേയിൽ അങ്ങേര് മറ്റേ തെറിച്ച് നിന്ന് ചെയ്ത ആ സാധനം ഉണ്ടല്ലോ, അതേപോലെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസ് ഈ സിനിമയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രെയിലർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്ക് അങ്ങ് ഇളകി ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പുള്ളി അത് ആത്മാർത്ഥമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു പുള്ളീൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും. ഇനി കുറച്ച് മാസ് ഫൈറ്റ് സാധനങ്ങൾ എടുക്കാനാണെങ്കിലും എൻ്റെ കയ്യിലും ഉണ്ടാ വടി എന്ന് പറയുന്ന പോലെ പുള്ളി അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ, എന്താ പറയുക, കുറേ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ചിരിച്ച് കളിച്ച് സിനിമ കാണുന്ന കൂട്ടുകാരില്ലേ, അങ്ങനത്തെ കൂട്ടുകാരുമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സിനിമയാണിത്. ആൻഡ് നമുക്ക് ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തരും. ഒരു സ്ഥലത്ത് പോലും ഒരു സ്റ്റഡി ക്ലാസ്സായി ബോറടിപ്പിക്കാതെ ലൈഫിലേക്ക് എടുക്കാനുള്ള കുറേയൊക്കെ സിനിമ തരും. ആൻഡ് ഐ ജസ്റ്റ് loved it. Thank you so much for watching this video. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.